ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും എന്ന് ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതും ആലോചിച്ച് ഞാൻ യൂട്യൂബ് മാറി മാറി തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ അതാണ്ട് എൻ്റെ കണ്ണിപ്പെട്ടു ഈ ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള മഞ്ഞ കൊഴുക്കട്ട. അപ്പോൾ വെള്ളക്കൊഴുക്കട്ട കഴിച്ചു മടുത്തവർക്ക് മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ മഞ്ഞ കൊഴുക്കട്ട. സോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടേസ്റ്റ് അപ്പ് വിത്ത് എലി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല പഴുത്ത 2 ഏത്തപ്പഴം എടുക്കാം. ഇനി അത് നന്നായി കഴുകി 2ആയി കട്ട് ചെയ്ത് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കൂടുതൽ ഏത്തപ്പഴം എടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം നമുക്ക്. ആ നേരം കൊണ്ട് ശർക്കരയും തേങ്ങയും നമുക്ക് വിളയിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ 2 ക്യൂബ് ശർക്കര എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കയും ജീരകപ്പൊടിയും പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ശർക്കര ഏകദേശം ഈ ഒരു പാകമാകുമ്പോൾ ഒരു 1/2 മുറി ചിരകിയ തേങ്ങ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പാകമാകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളം നന്നായിട്ട് വറ്റി എന്നാൽ കട്ടയാവാണ്ട് ശ്രദ്ധിക്കണം. റെഡിയായ പഴം എടുത്ത് നമുക്കതിൻ്റെ മിഡിലുള്ള കറുത്ത പോർഷനൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴം നന്നായി സ്മാഷ് ചെയ്ത് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി കുഴച്ച് ഇതുപോലെ ഒരു ബോളാക്കി എടുക്കാം. ഇനി ആസ് യൂഷ്വൽ നമ്മളെല്ലാ കൊഴുക്കട്ടയ്ക്കും ചെയ്യണ പോലെ ഒരു കുഞ്ഞു ബോൾ മാവ് എടുക്കുക. അത് പരത്തി അതിൻ്റെ ഉള്ളിൽ ആ തേങ്ങയൊക്കെ ഒന്ന് സ്റ്റഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ബോൾ പോലെയാക്കി നമുക്ക് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. നല്ല ഈവനായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എടുത്ത മെഷർമെൻറ്റിന് എനിക്കൊരു 7 മീഡിയം സൈസ്, മീഡിയം അല്ല അത്യാവശ്യം സൈസുള്ളൊരു കൊഴുക്കട്ടയായിരുന്നു. നമുക്ക് ഇനി ഇതൊരു 10 to 15 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നല്ല ആവിയൊക്കെ വന്ന് നമ്മുടെ മഞ്ഞക്കൂട്ടപ്പന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ വെള്ളക്കൊഴുക്കട്ട കഴിച്ചു മടുത്തവർക്ക് മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ മഞ്ഞക്കൊഴുക്കട്ട. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പോയി എൻ്റെ പുതിയ റെസിപ്പി കണ്ടുപിടിച്ചിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.